ഹലോ! ഇന്ന് പവർ ടീമിലെ അംഗങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പണ്ട് ആപ്പൂരി വാല് മുറിഞ്ഞ കുരങ്ങന്റെ കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. പണ്ട് ഒരിടത്തൊരു വികൃതിയായ കുരങ്ങൻ ഉണ്ടായിരുന്നു. ഒരു അഹങ്കാരി കുരങ്ങൻ കാണുന്ന വള്ളിയെല്ലാം കയറി പിടിക്കുകയായിരുന്നു അവന്റെ ഹോബി. അങ്ങനെ വള്ളി കയറി പിടിക്കും, പണിയും കിട്ടും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ പോകുമ്പോൾ ഒരിടത്ത് ഒരു തടിയുടെ ഇടയ്ക്ക് ആപ്പ് വെച്ചേക്കുന്ന കണ്ടു. പണിക്കാർ പാതി മുറിച്ച് വെച്ച തടിയിൽ ആപ്പ് ഇടയ്ക്ക് വെച്ചതിന് ശേഷം അവർ ഊണ് കഴിക്കാൻ പോയതായിരുന്നു. കുരങ്ങനല്ലേ ആള്, വന്നു കയറി ആപ്പ് വലിച്ചൂരി. രണ്ട് തടിയുടെയും ഇടയ്ക്കായിരുന്ന അവന്റെ വാലോ വേറെന്തോ സാധനമോ മുറിഞ്ഞുപോയി. അവിടെ നിന്നാണ് ആപ്പിളായി എന്ന പ്രയോഗം വന്നത്. എന്തായാലും ആ കുരങ്ങന്റെ അവസ്ഥയിലായിരുന്നു ഇന്നത്തെ പവർ റൂം. അവർ തങ്ങളുടെ പവർ ടെസ്റ്റ് ചെയ്യാനോ പവർ കാണിക്കാനോ വേണ്ടി പവർ റൂം തന്നെ അങ്ങ് ലോക്ക് ചെയ്തു. ഓക്കെ, ലോക്കായി. അതിനുശേഷം അവർ എത്ര പറഞ്ഞിട്ടും റൂം തുറക്കുന്നില്ല. ബിഗ് ബോസും വിചാരിച്ചു, ഇവർ എന്നെ കൊണ്ട് കളിപ്പിക്കുമല്ലേ, ഞാനല്ലേ ഇവരെ കൊണ്ട് കളിപ്പിക്കേണ്ടത്, ഒരു കളിയങ്ങ് കൊടുത്തേക്കാം, ഒരു പണിയങ്ങ് കൊടുത്തേക്കാന്ന്. അവർ എത്ര താണ് കേണ് കരഞ്ഞ് അപേക്ഷിച്ചിട്ടും ഡോർ തുറന്നില്ല. വാല് മുറിഞ്ഞ അവസ്ഥയിലായി. വള്ളി അനാവശ്യമായിട്ട് പിടിച്ച് എവിടെയൊക്കെയോ കയറ്റി വെച്ച അവസ്ഥയിലായി അവർ. എന്തായാലും കുറേയേറെ കരഞ്ഞു, കുറേയേറെ താണ് കേണ് അപേക്ഷിച്ചു. അതിനുശേഷം ജിൻഡപ്പൻ വന്ന് അവർക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു. അപ്പോഴാണ് ഡോർ തുറന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡിൽ കാണിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ വളരെ നല്ല രീതിയിൽ നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ബിഗ് ബോസിനെ കൊണ്ട് കളിപ്പിക്കാൻ നോക്കിയവരെ ബിഗ് ബോസ് കളിപ്പിച്ചു. ബിഗ് ബോസ് യഥാർത്ഥത്തിൽ പറയാതെ പറഞ്ഞു, ഞാനാണ് ഇവിടെ രാജാവ്, നിങ്ങൾ എൻ്റെ കീഴിൽ കളിക്കുന്നവർ മാത്രമാണ്, നിങ്ങൾ എൻ്റെ കുട്ടിക്കുരങ്ങന്മാരാണ്, നിങ്ങൾ എന്നെ കൊണ്ട് കളിപ്പിക്കാൻ വരരുത്. താങ്ക് യു.